കൃഷ്ണ, വരാൻ കുറച്ച് ലേറ്റായി പോയി. പക്ഷെ അതൊന്നും എൻ്റെ പ്രാർത്ഥനയിൽ ബാധിക്കരുത്. ആക്ച്വലി ഞാൻ വന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇക്കാലത്ത് ആരാ ഈ അറേഞ്ച് മാരേജ് ഒക്കെ ചെയ്യുക? അതൊക്കെ ഔട്ട് ഓഫ് ട്രെൻഡാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ലവ് മാരേജ് അല്ലേ. ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് പറഞ്ഞാലേ കാര്യം മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് വേണ്ട ആളൊപ്പിച്ചൊന്നും ഞാൻ പറയില്ല, പക്ഷെ അതിനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നെ. ഞാൻ പറഞ്ഞൊന്ന് മറന്നേക്കല്ലേ. ഞാൻ അങ്ങോട്ടേക്ക് ഇയാളുടെ മൊത്തത്തെ കണ്ണില്ലേ? എന്റെ കണ്ണെന്തും കാണിച്ചടി. ഞാൻ അന്നേരം പറഞ്ഞല്ലേ, ഒന്നുകൂടെ പറഞ്ഞേക്കാം. കൃഷ്ണ, വരാൻ കുറച്ച് ലേറ്റായി പോയി. പക്ഷെ അതൊന്നും എൻ്റെ പ്രാർത്ഥനയും ബാധിക്കരുത്. ആക്ച്വലി ഞാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്കാലത്ത് ആരും അറേഞ്ച് മാരേജ് ഒക്കെ ചെയ്യുക അതൊക്കെ ഔട്ട് ഓഫ് ട്രെൻഡാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ലവ് മാരേജ് അല്ലേ. പിന്നെ ഞാൻ ഇവിടേക്ക് വരാനുള്ള റീസൺ എന്താ വെച്ചാൽ, നിങ്ങളോട് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേണ്ട ആളെ കണ്ടുപിടിച്ചാലൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നാൽ മതി. ഞാൻ പറഞ്ഞൊന്നും മറന്നേക്കല്ലേ. എന്നാൽ ഞാൻ അങ്ങോട്ട് ഏതടുപ്പൊക്കെയാടി വണ്ടി ഓടിക്കണേ? ഇയാളുടെ മൊത്തം എന്താ കണ്ണില്ലേ? കണ്ണ് ഞാൻ കാട്ടിത്തരാം. അങ്ങനെ അതങ്ങനെയാ മോളെ. മോള് കൃഷ്ണൻ്റെയും കുചേലൻ്റെയും കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, കൃഷ്ണനും കുചേലനും ഒരുമിച്ച് പഠിച്ചവരാ. അങ്ങനെ പഠിത്തം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ദ്വാരകയിലെ രാജാവായി. കുചേലനോ? ആ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത വളരെയധികം വിഷമിച്ച് ജീവിക്കുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. അതുകൊണ്ടാണ് കുചേലൻ എന്ന് പേര്. വളരെയധികം കഷ്ടപ്പാടായപ്പോൾ ഒരു ദിവസം ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരനല്ലേ ശ്രീകൃഷ്ണൻ, ഒരു ദിവസം ദ്വാരകയ്ക്കൊന്ന് പോയിട്ട് നമ്മുടെ അവസ്ഥയൊന്ന് പറഞ്ഞൂടേന്ന്. കുചേലന് ആകെ മടിയായി. എങ്ങനെയാ ദ്വാരകയിലേക്ക് പോവുക, എങ്ങനെയാ കൃഷ്ണനെ കാണുക? അപ്പം ഭാര്യ എന്ത് ചെയ്തു എന്നറിയോ? ഭാര്യ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് കുറച്ച് അരി മേടിച്ചു. ആ അരി ഇടിച്ചിട്ട് അവിലാക്കി. അങ്ങനെ ഈ അവിൽ നോക്കുമ്പോൾ കുറേ മണ്ണുണ്ട് അവില്. ഇതെങ്ങനെയാ കൃഷ്ണന് കൊടുക്കുക? എന്നാലും വേണ്ടില്ല വിചാരിച്ചിട്ടൊരു പഴംതുണി എടുത്തിട്ട് അതിൽ പൊതിഞ്ഞ് കെട്ടി. നല്ലൊരു തുണിയും കൂടി ഇല്ല കുട്ടിയെ ആ അവിൽ കെട്ടാൻ. എന്നിട്ട് ഇത് കുചേലൻ്റെ എടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഒന്നുമില്ലാഞ്ഞിട്ട് കൃഷ്ണനെ കാണാൻ പോവാണ്ടിരിക്കണ്ട, ഇതും കൊണ്ട് പോയിക്കോളൂ, കൃഷ്ണന് സന്തോഷമാവും എന്ന് പറഞ്ഞു. കുചേലൻ മടിച്ച് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. കുചേലനെ കൊട്ടാരത്തിൽ കയറ്റി അച്ഛമ്മേ? ഇല്ല. കുചേലനെ കണ്ടപ്പോൾ ഭടന്മാർ തടഞ്ഞു നിർത്തി. വൃത്തിയില്ലാത്ത വേഷവും, കൊട്ടാരത്തേക്ക് കടക്കാൻ പറ്റുന്ന വേഷമല്ലല്ലോ കുചേലന്, കടക്കണ്ടെന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണനോട് ചെന്നിട്ട് ആരോ പറഞ്ഞു, ശ്രീകൃഷ്ണൻ്റെ കൂട്ടുകാരൻ അവിടെ വന്നിട്ടുണ്ട് കാണാനെന്ന്. ശ്രീകൃഷ്ണനെ ഓടി വന്നിട്ട് കുചേലനെ അങ്ങ് കെട്ടി
പിടിച്ചു. എന്നിട്ടേ കുചേലനെയും കൂട്ടി സിംഹാസനത്തിൽ കൊണ്ടിരുത്തിയിട്ട് കുചേലൻ്റെ കാല് കഴുകി കൊടുക്കുക. ആരാ? ആ, ശ്രീകൃഷ്ണനെ. സന്തോഷം അടക്കാൻ പറ്റണില്ല. കുചേലനോട് ചോദിച്ചു, എനിക്കെന്താ സമ്മാനം കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. കുചേലന് ആകെ വിഷമായി. അവില് കയ്യിലുണ്ടല്ലോ, അത് കൊടുക്കാനിങ്ങനെ മടിയാവുക. വൃത്തിയില്ലാത്ത തുണിയാണ്. ഇനിയിപ്പോൾ അവില് ശ്രീകൃഷ്ണൻ കഴിക്കുമോയെന്നറിയില്ല അല്ലേ. കൊട്ടാരത്തിൽ, ഇത്രയും വലിയ കൊട്ടാരത്തിൽ ഈ അവില് കൃഷ്ണൻ വാങ്ങുമോ ആവോ. മടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണൻ അത് കണ്ടു. ബലമായിട്ട് കൃഷ്ണൻ പിടിച്ചു വാങ്ങിയിട്ട് അതങ്ങോട്ട് തുറന്ന് ഒരു പിടി എടുത്തിട്ട് കൃഷ്ണൻ ഇങ്ങനെ കഴിച്ചു. നല്ല രുചിയിലിങ്ങനെ ശ്രീകൃഷ്ണൻ കഴിക്കുക. അത് കഴിഞ്ഞ് അടുത്ത പിടി എടുക്കാൻ നോക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഭാര്യ രുക്മിണി ദേവിയില്ലേ, ഓടി വന്നിട്ട് ഒറ്റപ്പെടുത്തം. അതെന്തിനാ? അതോ, ശ്രീകൃഷ്ണനെ ഒന്നാമത്തെ പിടി അവില് കഴിച്ചപ്പോഴേ ഒരു ലോകത്തെ മുഴുവൻ സമ്പത്തും കുചേലനായി. ഇനി രണ്ടാമത്തെ പിടിയും കൂടി കഴിച്ചാൽ സ്വർഗം കൂടി കൊടുക്കേണ്ടി വരും. അങ്ങനെ എന്താ ഉണ്ടായത്? ചോദിക്കാൻ വന്ന കാര്യമൊന്നും പറയാണ്ട് കുചേലൻ തിരിച്ചു വീട്ടിൽ പോയി. വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ തൻ്റെ വീട് കണ്ട് കുചേലൻ ആകെ അന്തം വിട്ടു. കുടിലിരുന്ന സ്ഥലത്ത് വലിയൊരു കൊട്ടാരം. ഭാര്യയും മക്കളൊക്കെ പട്ടൊക്കെ ഉടുത്തിങ്ങനെ നിൽക്കുക. മക്കളൊക്കെ ഇങ്ങനെ രാജകുമാരന്മാരെ പോലെ ഓടി നടക്കുക. കുചേലനൊന്നും മനസ്സിലായില്ല. കുചേലനൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ശ്രീകൃഷ്ണൻ എല്ലാം അറിഞ്ഞു കൊടുത്തു.